പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ വചനചിന്തയ്ക്കായി സങ്കീർത്തനങ്ങൾ 25-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം. യഹോവേ, നീങ്കിലേക്ക് ഞാൻ എന്റെ മനസ്സുയർത്തുന്നു. ഈ പ്രഭാതത്തിൽ ദാവീദ് നമ്മെ പഠിപ്പിക്കുന്നു ഒരാഴത്തിലുള്ള ആത്മീയ സത്യം ഈ വചനത്തിൽ നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും. നാം പലപ്പോഴും സഹായം തേടി നമ്മുടെ കണ്ണുകൾ കർത്താവിലേക്ക് ഉയർത്തുവാറുണ്ട്. എന്നാൽ ദാവീദ് പറയുന്നു, കണ്ണുകൾ മാത്രമല്ല, എൻ്റെ മനസ്സ് തന്നെ ഞാൻ നീങ്കിലേക്ക് ഉയർത്തുന്നു. കണ്ണുകൾ ഉയർത്തുന്നതിനേക്കാൾ ആഴത്തിലുള്ള ഒരു ആത്മീയ സത്യമാണ് ദാവീദ് രാജാവിടെ പങ്കുവയ്ക്കുന്നത്. മനസ്സ് ഉയർത്തുക. മനസ്സുയർത്തുക എന്നത് വെറുമൊരു പ്രാർത്ഥനാ വാക്കല്ല. അത് നമ്മുടെ ചിന്തകൾ, ഭയങ്ങൾ, ആശങ്കകൾ, പദ്ധതികൾ എല്ലാം ദൈവത്തിന്റെ സന്നിധിയിൽ പൂർണ്ണമായി സമർപ്പിക്കുന്ന ഒരു ആത്മീയ അനുഭവമാണ്. നമ്മുടെ ഹൃദയം എവിടെയാണോ അവിടെയായിരിക്കും നമ്മുടെ ജീവിതത്തിന്റെ ദിശയും. യോഹന്നാൻ അപ്പോസ്തലൻ പത്മോസ് ദ്വീപിലെ ഏകാന്തതയിൽ ദൈവത്തിന്റെ മഹത്തായ വെളിപ്പാടുകൾ കണ്ടത് അവന്റെ മനസ്സ് ദൈവത്തോട് ചേർന്നിരുന്നതിനാലാണ്. ശബ്ദമില്ലാത്തിടങ്ങളിൽ ശാന്തമായ ഹൃദയത്തിൽ ദൈവം തന്റെ ശബ്ദം വ്യക്തമായി കേൾപ്പിക്കുന്നു. ലോകത്തിന്റെ കോലാഹലങ്ങളിൽ മുങ്ങിയ മനസ്സിനേക്കാൾ ദൈവത്തെങ്കിലേക്ക് ഉയർത്തപ്പെട്ട മനസ്സാണ് ദൈവത്തിന്റെ ഇഷ്ടം അധികമായി ഗ്രഹിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ആരും കൂടെയില്ല എന്ന് തോന്നുന്ന നിമിഷങ്ങൾ ഉണ്ടാകും. എന്നാൽ അത്തരം സമയങ്ങളിലാണ് മനസ്സ് ദൈവത്തെങ്കിൽ ഉറപ്പിക്കേണ്ടത്. അപ്പോൾ യേശുവിന്റെ സാന്നിധ്യം നമ്മൾ ഏറ്റവും ആഴത്തിൽ അനുഭവിക്കുവാനായിട്ട് നമുക്ക് കഴിയും. ലോകം നമ്മളിൽ നിന്ന് അകലും തോറും ദൈവത്തിന്റെ സാന്നിധ്യം നമ്മളുടെ അടുത്ത് നിൽപ്പാൻ ഇടയായിട്ട് തീരും. ഇന്ന് ഈ പ്രഭാതത്തിൽ കർത്താവ് നമ്മളെ ക്ഷണിക്കുന്നു, കണ്ണുകൾ മാത്രം ഉയർത്താതെ നമ്മുടെ മനസ്സും അവങ്കിലേക്ക് ഉയർത്തുവാൻ. അപ്പോൾ അവന്റെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെ പൊതിയും. അവന്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ കവചമായി തീരും. ഇനിയുള്ള ദിവസങ്ങളിൽ മുഴുവനും നമ്മുടെ മനസ്സ് ദൈവത്തെങ്കിലേക്ക് ഉയർത്തപ്പെട്ടിരിക്കട്ടെ. അവിടുത്തെ കൃപയും സമാധാനവും നമ്മുടെ ജീവിതത്തിൽ നിറയട്ടെ. അതിനായി ഈ പ്രഭാതത്തിൽ നമ്മളെ തന്നെ ദൈവവരങ്ങളെ ഏൽപ്പിച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച നല്ല ദൈവശബ്ദത്തിനായി സ്തോത്രം ചെയ്യും. ഞങ്ങളെ പൂർണ്ണമായി ദൈവവരങ്ങളെ ഏൽപ്പിക്കും. ഞങ്ങളായിരിക്കുന്ന എല്ലാ സാഹചര്യത്തിലും അങ്ങിൽ പൂർണ്ണമായി ആശ്രയിപ്പാനുള്ള കൃപ ഞങ്ങളുടെ മേൽ അധികമായി ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദൈവശബ്ദം കേട്ട ഓരോ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അത്ഭുതമാക്കുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.